ഒരു പിടി അരി എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് എന്തായാലും അറിയില്ല. അന്ന് കല്യാണത്തിന് പോലും ചിലപ്പോൾ ഇന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അതിശയം തോന്നിപ്പോവും. പുതിയ കുട്ടികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. കല്യാണത്തിന് പോലും ഒറ്റ കോഴിയെ മാത്രം മറുക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ കുറവ് പുതിയാപ്പിളയ്ക്ക് കിട്ടിയില്ലെങ്കിൽ പുതിയാപ്പിള ആ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു കാലമാണ്. റേഡിയോ എന്ന് പറയുന്ന സാധനം നമ്മൾ വീട്ടിൽ ഒന്ന് മൂളണമെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അതൊക്കെ പഴമക്കാരോട് ചോദിച്ചാൽ അറിയാം. ഇത് ഞാൻ വീണ്ടും പറയുന്നത് എന്തിനാണെന്നറിയോ? പുതിയ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. അതുകൊണ്ടാണ്. റേഡിയോ വീട്ടിൽ പാടിക്കണമെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വേണം. അതിന് പ്രത്യേക ഒരു NOC ഉണ്ട്. കാരണം അതിൻ്റെ തരംഗങ്ങളാകെ പോയിട്ടാകെ ഗുലുമാലാക്കുമെന്നൊക്കെ അന്നത്തെ ആളുകൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മാർക്കോണിക്കില്ലാത്ത അഭിപ്രായം നമ്മുടെ നാട്ടുകാർക്കുണ്ടായിരുന്നു. മാർക്കോണിയാണത് കണ്ടെത്തിയത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം പള്ളികൾ കയറ്റാനും മദ്രസകൾ കയറ്റാനും ഒക്കെ സാഹസപ്പെടുന്ന കാലത്ത് വീട്ടിൽ നിന്ന് കത്തെഴുതാൻ പഴയ ഉമ്മാമ്മമാർക്കറിയില്ലായിരുന്നു. അങ്ങനെ അയൽവാസികളായ ആളുകളാണ് കത്തൊക്കെ എഴുതി കൊടുക്കുക. എനിക്കത്രയും പ്രിയപ്പെട്ട എന്ന് ഇവിടുന്ന് പറയുമ്പോൾ അത് നന്നാക്കി എഴുതി കൊടുക്കൽ അയൽവാസിയിൽ എഴുതാനറിയുന്ന ആരെങ്കിലുമൊക്കെയാണ്. അതിനുശേഷം പിന്നെ കാസറ്റുകൾ ഇറങ്ങിയപ്പോൾ കാസറ്റിൽ പിടിച്ചിട്ട് അത് കൊടുത്തയക്കലായി. കാസറ്റിൽ പറയാനുള്ളതെല്ലാം കുട്ടിയുടെ വർത്തമാനം, പേരക്കുട്ടിയുടെ വർത്തമാനം എല്ലാം പറഞ്ഞിട്ട് കാസറ്റ് അയച്ചു കൊടുക്കലായി. എന്നിട്ട് കാസറ്റിൽ നിന്നാണ് ഇതൊക്കെ കേൾക്കുക. നാട്ടിലൊരു കല്യാണം ഉണ്ടായാൽ ആ കല്യാണത്തിന് പ്ലേറ്റുകൾ കൊണ്ടുവന്നിരുന്നത് അയൽവാസികളായ വീടുകളിൽ നിന്നാണ്. ഇല്ല, ഇതുപോലെ വാടകക്കൊന്നും കസേര കിട്ടാത്ത ഒരു കാലമാണ്. അന്ന് വാടകയില്ലാതെ അയൽപ്പക്കക്കാർ എല്ലാവരും അവരുടെ കസേരകൾ കൊണ്ടുവന്ന് തരും. ഒരേപോലെയുള്ള കസേരയാണെങ്കിൽ മാറാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നിലൊരു കുത്തിടും. പ്ലേറ്റുകൾക്കടിയിൽ ഒരു കുത്തിടും. ഒരു കുത്ത് ഇട്ടാൽ അതിൻ്റെ അർത്ഥം അത് സൂറത്താത്താടെന്ന് കൊണ്ടുവന്ന പ്ലേറ്റാണെന്നുള്ളതാണ്. 2 കുത്തിട്ടാൽ അതിൻ്റെ അർത്ഥം അത് ഖദീജ താത്താൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്ലേറ്റാണെന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കല്യാണത്തിൻ്റെ ആഴ്ചക്ക് മുമ്പ് തന്നെ അരി ചേറാനും വറുക്കാനുമൊക്കെ അയൽവാസികൾ ഓടിക്കൂടും. അതാരും ക്ഷണിക്കൊന്നും വേണ്ട. ഇന്നത്തെ കാലത്ത് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഫോം വിളിച്ച് പറഞ്ഞാൽ പോലും കല്യാണത്തിന് പോകില്ല. അന്ത്യവും നേരിട്ട് വരാഞ്ഞെന്നുള്ളതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടിയുടെ കല്യാണമാണ്. അതുകൊണ്ട് ചേറാൻ ആളുകളെത്തും, വറുക്കാൻ ആളുകളെത്തും. അന്നത്തെ പോലെ ഒരുമയിൽ ഒലക്ക കൊണ്ട് ഇന്ന് ഒന്ന് കുന്താണിയിലോ അല്ലെങ്കിൽ ഉരലിലോ കുത്താൻ പോലും നമുക്ക് കഴിയില്ല. അതിനും വേണം ഒരു ഒരുമ. കാരണം ഒരു സെക്കൻഡിൽ 2 വട്ടം കുത്തണം. ഒരാളുടെ ഒലക്ക ഒരാളുടെ കയ്യിലാണ്, ഒരാളുടെ ഒലക്ക വേറൊരാളുടെ കയ്യിലാണ്. അത്ര സൂക്ഷിച്ചാലും സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നടക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിമുട്ടൽ ഒലക്കി തന്നെ നടക്കും. അരി ചേറുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇപ്പം ചേറലൊന്നുമില്ല. അന്ന് മുറത്തിൽ ചേറി കല്ലും നെല്ലൊക്കെ, കല്ലും ഈ അരിയൊക്കെ വേറെ വേറെ ആക്കണം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒരു സമ്പ്രദായത്തിൻ്റെ പേരാണ് ഒരു പിടി അരി. ഒരു പിടി അരി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഒരു തെങ്ങ് മദ്രസയിലേക്ക് കൊടുക്കും. ഇന്നും പഴമക്കാരുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ അതിൻ്റെ മാർക്ക് മാഞ്ഞു പോയിട്ടുണ്ടാവില്ല. ആ തെങ്ങിൻ്റെ തേങ്ങയും എല്ലാം മദ്രസക്കുള്ളതാണ്. ചിലർ പറമ്പ് കൊടുക്കും. അങ്ങനെ ആരോ കൊടുത്ത പറമ്പിലൊക്കെ ആയിരിക്കും ഇപ്പോൾ ആ പള്ളിയൊക്കെ നിൽക്കുന്നത് ചിലപ്പോൾ. അത് കഴിഞ്ഞാൽ ഈ ഒരു പിടി അരി എന്താണെന്നറിയോ? മക്കൾക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ലായിരുന്നു. ആകെ ഒരു നാഴി അരി ഇട്ടിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുക. ആ ഒരു നാഴി അരി ഇങ്ങനെ, ഞാനിത് പറയുന്നത് പഴമക്കാർക്ക് ഓർക്കാനും പുതിയ ആൾക്കാർക്ക് അറിയാനുമാണ്. ആ അരി ഇങ്ങനെ കഴുകാൻ വേണ്ടി ഇടുമ്പോൾ, കഴുകാൻ വേണ്ടി പാത്രത്തിൽ ഇടുമ്പോൾ നമ്മുടെ വല്യമ്മ ഇങ്ങനെ കൈ കാണിക്കുമായിരുന്നു. ഇടാൻ വേണ്ടി ആ ആൾ തന്നെയാണ് ഇടുന്നത്. ഇങ്ങനെ കഴുകാൻ വേണ്ടി ഇടുമ്പോൾ ഒരു പിടി കണ്ടിടും കയ്യിലേക്ക്, ബാക്കിയുള്ളത് അതിലേക്ക് പോവുക. ആ ഒരു പിടി അരി ഒരു കുടുക്കയിലേക്ക് ഇടും. അതിൻ്റെ പേരാണ് ഒരു പിടി അരി. അത് എവിടുക്കാന്നറിയോ? മദ്രസയിലേക്ക്, പള്ളിയിലേക്ക്. മക്കൾക്ക് കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാത്ത സമയത്തും മദ്രസയെയും പള്ളിയെയും മറക്കാതിരുന്ന നമ്മുടെ പഴയ തലമുറക്കാർ.
അവിടെ അന്നത്തെ പട്ടിണി കിടന്നുകൊണ്ടുള്ള കാവലാണ് ഇന്ന് നമ്മൾ കാണുന്ന സൗധങ്ങൾ. അന്നവർ സ്വന്തം മക്കളുടെ പട്ടിണി പോലും മാറ്റാൻ കഴിവില്ലാത്തവരായിരുന്നിട്ടും പള്ളിയും മദ്രസയും മറക്കാതെ പോയതിൻ്റെ പേരാണ് മഹല്ല്. ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ മുസ്ലിം ജമാഅത്ത് എന്നാണ് മഹല്ലിന് പേര് പറയുക. നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് എറണാകുളത്ത് പോയിട്ട് അവിടെ എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ആ ഭാഗത്തൊക്കെ പോയിട്ട് മഹല്ല് എന്ന് പറഞ്ഞാൽ അത്ര പിടുത്തം കിട്ടൂല. കാസർഗോഡ്, കണ്ണൂർക്കും മഹല്ല് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിടുത്തം കിട്ടൂല. കാരണം അവിടെ മുസ്ലിം ജമാഅത്ത് എന്നാ പറയാം, മുസ്ലിംകളുടെ കൂട്ടായ്മ. എന്നാൽ നമ്മുടെ മലപ്പുറത്തുകാർ പണ്ട് മുതലേ പേരിട്ട് വിളിച്ചത് മഹല്ല് എന്നാണ്. ഇവിടെയും മഹല്ല് സംഗമമാണ്. മഹല്ല് എന്ന പ്രയോഗമുണ്ടായത് മഹൗൽ എന്ന വാക്കിൽ നിന്നാണ്. മഹൗൽ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ എന്നാണ് അർത്ഥം, അഥവാ അന്തരീക്ഷം. നല്ല അന്തരീക്ഷം ഉണ്ടാക്കുക നമ്മുടെ നാട്ടിൽ, ആളുകൾക്ക് ഇൽമിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുക, ആളുകൾക്ക് പഠനത്തിൻ്റെ, അതോടൊപ്പം തന്നെ ഇബാദത്തിൻ്റെ, അതോടൊപ്പം തന്നെ പാരസ്പര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മറ്റെല്ലാ ആളുകളോടുമുള്ള വല്ലാത്തൊരു ബന്ധത്തിൻ്റെ ഒരു മാഹൗൽ ഉണ്ടാക്കുക. അതാണ് മഹല്ല്. അങ്ങനെ മഹല്ല് എന്ന കോൺസെപ്റ്റ് ഉണ്ടായി. ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാകാം, വ്യത്യസ്ത സംഘടനക്കാരുണ്ടാകാം. എല്ലാവരെയും മാനിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, നമ്മുടെ മുൻഗാമികളായ പല ആളുകളും അങ്ങനെ കഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് ഇതൊക്കെ ഉണ്ടായത്. 2ാം നമ്പർ മദ്രസ നിൽക്കുന്നത് താന്നൂരിലാണ്. ഞാൻ ആ മദ്രസയിൽ പോയിട്ടുണ്ട്. നമ്പർ 2. നിങ്ങളെ മദ്രസൻ്റെ നമ്പർ സമസ്തൻ്റെ കീഴിൽ എത്ര നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? എത്ര? ഇത് 2905 എന്ന് പറഞ്ഞാൽ 2905 മദ്രസയാണ് ഇത് എന്നർത്ഥം. 10,000 അല്ലെങ്കിൽ 15,000, എല്ലാവർക്കും കൂടിയുള്ളത് 15,000-ഓളം മദ്രസകളാണ്. അതിൽ 10,000-ലേറെ മദ്രസകൾ സമസ്തയുടെ കീഴിൽ തന്നെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാണുന്ന 10,000-ഓളം മദ്രസകളിൽ 2905 നിങ്ങളുടെ നമ്പർ. 2ാമത്തെ നമ്പർ കിടക്കുന്നത് താന്നൂർ കടപ്പുറത്താണ്. ഞാൻ ആ മഹല്ലിലെ മദ്രസയിലും പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അവിടുത്തെ മദ്രസയുടെ നമ്പർ 2 ആണ്. പല ആൾക്കാരും മദ്രസകൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ മദ്രസ പ്രസ്ഥാനം ഇങ്ങനെ ഒരു കണ്ണിങ്ങോടുകൂടി മുന്നോട്ട് പോയത് വലിയ വലിയ നേതാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. രാഷ്ട്രീയം നമ്മളിന്ന് പറയില്ല, അല്ലെങ്കിലും ഞാനൊരു രാഷ്ട്രീയത്തിൻ്റെയും വക്താവുമല്ല. ചിലരോടൊക്കെ അങ്ങനെ ചാരി നിൽക്കുന്നു എന്നതല്ലാതെ ഞാനതിൽ മെമ്പറല്ല, ഞാനതിൽ ലീഡറുമല്ല. ഒരു സംഘടനയിലും ഇന്നേ വരെ മെമ്പർഷിപ്പ് ഉണ്ടായിട്ടില്ല, ലീഡർഷിപ്പ് ഉണ്ടായിട്ടില്ല. ഇനിയും അത് മരണം വരെ ഇല്ലാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥനയും. എല്ലാവരെയും ഒരേ പോലെ കാണുക എന്നതാണ് നമ്മുടെ കണ്ണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴേ ദീനിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഉയരാൻ പറ്റൂ. അവനവൻ്റെ ഉയർച്ചയല്ല, നമ്മുടെ മനസ്സിൽ ദീന് ശരിക്കും ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ 2ാമത്തെ മദ്രസ അതൊക്കെ തുടങ്ങി വെച്ചത് ബാഫക്കി തങ്ങളാണ്. ഈ സിസ്റ്റമാറ്റിക് ആയിട്ട്, അതിനു മുമ്പേ ഒത്തുപള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മദ്രസ പോലെയുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായ കാലഘട്ടത്തിലാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ തിരുമുറ്റത്തും ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട് 4-5 തവണ, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നാടായിട്ടുള്ള, നമുക്കൊക്കെ അറിയാവുന്ന കൊയിലാണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ദിവസങ്ങളോളം അദ്ദേഹം പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ആ പ്രഭാഷണത്തിൽ നിന്നും ആളുകൾ അന്നത്തെ കോന്തലത്തണുപ്പിൽ നിന്ന് എറിഞ്ഞുകൊടുത്ത പൈസ കൊണ്ടാണ് മദ്രസകളുടെ തുടക്കമുണ്ടായത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇന്നത്തെ സിസ്റ്റമാറ്റിക് മദ്രസയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം മുൻഗാമികളായ നേതാക്കന്മാരും ഉലമാക്കളും ഉമറാക്കളും മഹല്ലിൻ്റെ പ്രതിനിധികളും നമ്മുടെ കാരണവന്മാരും എല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷത്തിൻ്റെ പേരാണ് മഹല്ല്. അത് പിന്നീട് പല സംഘടനകളും നല്ല സുന്ദരമായി, എല്ലാ സംഘടനകളും നല്ല സുന്ദരമായി നടത്തുന്നു.